ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം കൂട്ടുകാരെ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഫുള്ള് പണിയില്ലാട്ടോ. എൻ്റെ അമ്മയെ പണിയെടുത്ത് കൊയങ്ങി എന്നൊക്കെ പറയാം. പണി എന്താണെന്ന് വിചാരിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതാണോയെന്ന്. പക്ഷെ നല്ല വെയിലാണ്. വെയിലും കൊണ്ട് കുറേ ദിവസമായി ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അന്നേരം എന്താ പറയുക, ഒരു പ്രാവശ്യം കുറച്ച് ചെയ്തപ്പോൾ എനിക്ക് കൈ ഭയങ്കര വേദനയായി. പിന്നെ ഇട്ടച്ച്. ഇനിയിപ്പോൾ ഇതിങ്ങനെ ഇട്ടച്ചാൽ ചിലപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ഇതെടുത്ത് കളഞ്ഞില്ലെങ്കിൽ കത്തിച്ചളിയും. ആരാൻ്റെ സ്ഥലമല്ലേ. അപ്പോൾ എന്താ, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? നമ്മുടെ വീട്ടിലെ എന്താ പറയുക, വീട്ടിലെ പണിക്കോലത്തിലാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കഷ്ടപ്പെടുന്നവരൊക്കെ വേർക്കുന്നല്ലേ. നമുക്ക് കുറച്ച് വേർപ്പിൻ്റെ അസുഖമൊന്നുമല്ല, അധ്വാനിക്കുന്ന ശരീരം വേർക്കുന്നല്ലേ. അപ്പോൾ എന്താ പണി നല്ലത്? എൻ്റെ കണ്ടോ, പണി കണ്ടോ? അതാ വെക്കിലൊക്കെ കണ്ടോ? ഇതെല്ലാം വെട്ടി ഞാൻ ഒരു പരുവ ആക്കിയെടുക്കണം. ഭയങ്കര ഉറപ്പാണ്. കണ്ടോ, കുറേ ഉണ്ട്. വിറകാണ്, വിറക് പണി. അപ്പോൾ നമ്മളെ വീട് ഇതാക്കി കാണുന്നത് അതാണോ? കണ്ടോ. അപ്പോൾ ഇത്രയും അടുത്ത് വിറക് കിട്ടുമ്പേ എന്നിട്ട് കളയാനും തോന്നുന്നില്ല, എടുക്കാനും പറ്റുന്നില്ല. പിന്നെ കൈവേദനയ്ക്ക് ഇപ്പോൾ വേദന വരുമ്പോൾ ഗുളിക അവിടെ വാങ്ങിക്കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ വേദന വരുന്നതിന് മുന്നേ അത് കെട്ടിക്കഴിഞ്ഞിട്ട് കഴിക്കണം. അപ്പോൾ അത് വെട്ടുന്നതിൻ്റെ ഇടയിൽ ഓരോ പണിക്ക് പോയിട്ട് ഇതാ ഇത്രയും വെട്ടിയില്ല കേട്ടോ. ഇത്രയും ഏകദേശം വെട്ടി. നല്ല ഉറപ്പുള്ള മരമാണ്. അതിൻ്റെ അടുക്കൽ ലുലുമോളെ ഉറക്കാൻ പോയി. മിലു ഉണ്ട് അപ്പുറത്തെ പുരയിൽ കളിക്കാൻ പോയിട്ട്. പോലെ രണ്ടാളെയും കൂടിയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് പണിയിട്ട് നടക്കൂല്ല. ഇതിങ്ങനെ ഒന്നല്ല അതിന് മക്കളെ. ഇത് ഫുള്ള് വെക്കിൽ കണ്ടില്ല, കാട് ഇതുപോണം കാടായിരുന്നു. ഇത് നമ്മളെ വീട് അതാന്ന് വെച്ചിട്ട് കാട്ടിലൊരു വീട് എന്നൊക്കെ പറയാം. അതേമാതിരി പറമ്പ് നമ്മളെ സ്ഥലം മാത്രം വെളിച്ചാക്കിയിട്ട് കാര്യമില്ലല്ലോ. അയൽവാസിയുള്ള സ്ഥലമൊക്കെ കാട് കയറിയിട്ട് നിറഞ്ഞെടുക്കേനു. അപ്പോൾ ഈ മരം മുറിച്ചുകൊണ്ട് ഏതായാലും എനിക്കിവിടെ ഒക്കെ ഒന്ന് വെളിച്ചായി കിട്ടി. കുറച്ച് സമയമുള്ളൂ കേട്ടോ. ഇതൊന്ന് കത്തിച്ചുണങ്ങി വരുമ്പോഴേക്കും അടുത്ത കാട് നിറയും. അവിടെയൊക്കെ കാട് വെട്ടുന്നുണ്ട്, ഒച്ചപ്പാട്. പിന്നെന്താ, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. കറി അടുപ്പത്ത്. എന്നാൽ പരിപ്പാണ് കറി വെച്ചേട്ടോ. അപ്പോൾ പരിപ്പ് കറി അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് പൊറാട്ടയും കറിയും കിട്ടിയപ്പോൾ ഞാനും എന്ത് ചെയ്ത് അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോൾ ആ പൊറാട്ട എന്നാൽ പിന്നെ നമുക്ക് വിശക്കില്ലല്ലോ, വെള്ളം കുടിക്കുന്നല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ ഇടാനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്നെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഇടണ്ടേ. അപ്പോൾ പിന്നെ ഞാൻ ഇതന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ കമൻ്റൊക്കെ ഇടണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നല്ല കൊള്ളി വെറുമൊക്കെ ഇതാ കണ്ടോ, ചാരി വെക്കുന്ന മാതിരി കണ്ടോ. ഇതൊക്കെ നല്ല കൊള്ളികളൊക്കെ ഇതാ അവിടെ കിടക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ വെട്ടി കാണാൻ നമുക്ക് എളുപ്പം തോന്നും കേട്ടോ. പക്ഷെ ഇത് വെട്ടിയെടുത്ത് ഞാൻ ആക്കാനേ ഒരു ഭയങ്കര പാടാണ്. പോരാത്തത് നമ്മളെ കൊടുവാളിൻ്റെ കോലം കാണണം. ഇതാണ് എൻ്റെ അതന്നെ വികാനി കണ്ടോ. എൻ്റെ കൊടുവാൾ ഈ ഒരു ഇരുമ്പിൻ്റെ കൊടുവാൾ എൻ്റെ അമ്മ എനിക്ക് തന്ന കൊടുവാളാണ്. അപ്പം അതിനാണെങ്കിൽ ഭയങ്കര മൂർച്ച. അതുകൊണ്ട് ഒറ്റ വെട്ടിനൊന്നും ഉണ്ടാവില്ല, വേറെ മുറിയൂല. ഒരു കുറേ വെട്ട് കെട്ടണം. ഇതിൻ്റെ ഉള്ളിലൊക്കെ പാമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, പേടിയാണ്. പക്ഷേ പുല്ലുന്ന സമയത്ത് നിറച്ചും ഇങ്ങോട്ട് വരാൻ തന്നെ പാടാണ്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കിടക്കൽ എങ്ങനെയാണെന്ന് അറിയാം. മുന്നിൽ ഇങ്ങനെ കൊടുവാൾ വീശി ഇങ്ങനെ പോവും. അങ്ങനെ അതിനും ഇതിൻ്റെ ഉള്ളിൽ കയറൽ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇതാണ്. പിന്നെ വീഡിയോ ഇടാനുള്ള വേറെ വീഡിയോ എടുക്കാനുള്ള ടൈമൊന്ന് നമ്മൾ ഫോണിൽ തന്നെ വീഡിയോയും കാര്യങ്ങളായിട്ട് കുത്തിരിക്കുമ്പോൾ നമ്മളിങ്ങനെയുള്ള പണികളൊക്കെ അവിടെ നിന്നു. അപ്പോൾ ഇതിലുള്ള കോലത്തിൽ ഇപ്പം എന്ത് കോലമാണ് വേണ്ടിയിട്ടുള്ള നമ്മളെ എല്ലാവരും കാണുന്നതാണല്ലോ അല്ലേ. നമ്മളെ ഫാമിലിക്ക് അറിയാമല്ലോ നമ്മളെ കോലം എന്താണെന്ന്. അപ്പോൾ ഉള്ള കോലത്തിൽ ആയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കാണുന്നത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടൊക്കെ ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കട്ടെ, പണി കഴിഞ്ഞിട്ട് ലൈവിൽ വരാൻ പറ്റുമെങ്കിൽ ലൈവിൽ വരും. അപ്പോൾ കൈ ഉള്ളിപ്പോൾ എന്തായാലും വെട്ടി കൈയൊന്നുമില്ല, കുറച്ചും കൂടി അത് വെട്ടി വെക്കട്ടെ. അപ്പോൾ എന്താ പറയുക, കുറച്ചിങ്ങനെ വെട്ടി കൂട്ടി വെക്കുമ്പോൾ നമ്മൾ കാണാൻ തന്നെ ഒരു സമാധാനമാണല്ലോ. അപ്പോൾ ഓക്കെ, തെറ്റാ, ബൈ ബൈ. സ്ഥലം കാണുന്നുണ്ടല്ലോ അല്ലേ. നമ്മളെ പ്രദേശമാണ്. അങ്ങനെ എൻ്റെ വീടാണ് അതാ കാണുന്നത്. അതാണ് എൻ്റെ വീട്. പിന്നെ അത് എൻ്റെ അനിയത്തിൻ്റെ ഒരു ഫാമാണ്. പിന്നെ ഇതൊക്കെ 10-15 ഏക്കർ തോട്ടമാണ് കേട്ടോ. ഈ കാണുന്ന മുഴുവനും. ഇവിടെ വലിയ പന്നിയും എല്ലാ സാധനവും ഉണ്ട്. മയിലും കുരങ്ങനും എന്ന് പറഞ്ഞോണം ഒക്കെ ഈ തോട്ടത്തിൽ എല്ലാ സാധനവും വരലുണ്ട്. മാന് വരെ വരലുണ്ട് കേട്ടോ.